ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഇതുപോലെയുള്ള യോക്കിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന ഫ്രോക്കുകളുണ്ടല്ലോ, അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്ന ടൈപ്പുള്ള ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നൈറ്റി ബിറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക് ഈ ഒരു ടൈപ്പാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വഴിയും അതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ആദ്യം നമുക്ക് ഈ ഒരു നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് ഒന്ന് നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കാം. മടക്കിയിടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതായത് തുണിയുടെ മടക്ക് ഭാഗം ഈ ഒരു പോർഷനായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്ത് എല്ലാ തുണിയും ഇതുപോലെ ഓപ്പണായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നാലായിട്ടാണ് ഇവിടെ തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ ഈ ഭാഗത്ത് നിന്നും അങ്ങോട്ടേക്ക് ഓപ്പോസിറ്റായിട്ടാണ് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഫ്രോക്കിൻ്റെ നീളം അഥവാ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 37.5 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതിൽ ശരിക്കും എനിക്ക് 36 ഇഞ്ചാണ് വേണ്ടുള്ളത്. ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനിവിടെ 37.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 37.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൂടിയിട്ട് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മളിപ്പോൾ വരച്ച ആ ഒരു വരയിലൂടെ ഈ തുണി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ തുണിയിലേക്ക് നമുക്ക് അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 1/4 ഭാഗം എടുക്കുക. അതായത് ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ അളവിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അത് വേണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. എനിക്കിവിടെ 12 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ 12 ഇഞ്ച് താഴേക്ക് ഫുള്ള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആ ഒരു വരയിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നോക്കാം. നല്ല വശവും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് ഇതിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കിയിടുക. അപ്പം മൊത്തം 4 മടക്കായിട്ടാണ് നമുക്ക് തുണി കിട്ടുന്നത്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ തുണിയുടെ ഈ ഒരു ഭാഗം രണ്ട് സൈഡും ഫോൾഡഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം എല്ലാ തുണിയും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ തുണി മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെയാണോ വരുന്നതെന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് കൈയുടെ ഇറക്കം അഥവാ സ്ലീവ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞു കുഞ്ഞ് ഞൊറിവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഞൊറിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ഇഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം ഞൊറിവ് വേണം, അതുകൊണ്ടാണ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ മുകളിലും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ബോക്സ് പോലെ ആയിട്ട് കിട്ടും. ഇനി ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഫുള്ള് ആം ഹോൾ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ പകുതി 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുഴിക്ക് ചുറ്റിനും ടേപ്പ് പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച്, ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2.5 ഇഞ്ച് വന്നിരുന്ന ഈ പോയിന്റിൽ നിന്നും ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇല്ലേ, അങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈന് കിട്ടുന്ന നീളം എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. എനിക്കിവിടെ കിട്ടിയത് 5.25 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എനിക്ക് 2.9 കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ 2.9 ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വരയുടെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ആദ്യം മുകൾ വശത്ത് ഒന്ന് കർവ് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ കഴിഞ്ഞിട്ട് താഴെ വേണം കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇവിടെ താഴെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത്
മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഏതൊരു പ്രായക്കാർക്കും ഏതൊരളവിന് നിങ്ങൾ പഫ് സ്ലീവ് കട്ട് ചെയ്യുവാണോ എല്ലാവർക്കും നിങ്ങൾ ഇതേ കണക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോൾ നേരത്തെ നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഒരു കർവ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഡോട്ടിട്ട് നിങ്ങളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്നതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ആദ്യം താഴ്വശത്ത് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മുകളിൽ നമ്മൾ ആ ഒരു കർവ് ഷേപ്പ് വരച്ചെടുത്തില്ലേ അതിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുണിയുടെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിരൽ വെക്കുക. വിരൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തുണി ഒന്ന് മറിക്കുക. എന്നിട്ട് ആ തുണി വന്ന് നിൽക്കുന്നത് ഏത് പോയിന്റിലാണോ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് വേറൊന്നിനുമല്ല, ഇത് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തുണി വേണം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നിങ്ങളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് നിവർത്തി എടുത്തിട്ട് നമുക്ക് മുകളിലൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് വേണം നമ്മൾ മടക്കി അടിക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത പീസും ഒന്ന് മടക്കി അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ മടക്കി അടിച്ച തുണിയിലേക്ക് ഇലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഇലാസ്റ്റിക് നമുക്കൊന്ന് ചുറ്റിയിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇലാസ്റ്റിക് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അടിനൂലിടുന്ന ഭാഗത്ത് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നമ്മുടെ ബോബിനിലെ ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ അതൊന്ന് ലൂസാക്കി കൊടുക്കണം. കാരണം ഇത് നമ്മൾ നൂലല്ലല്ലോ, അടിനൂലായിട്ട് ഉപയോഗിക്കുന്നത് നൂലല്ലോ, പകരം ഇലാസ്റ്റിക് അല്ലേ. അപ്പോൾ അത് ഒന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്ക്രൂ ലൂസാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇലാസ്റ്റിക് നല്ല രീതിയിൽ വലിഞ്ഞ് വരുന്നുണ്ടോയെന്ന്, അതായത് നല്ല ലൂസായിട്ട് വരുന്നുണ്ടോയെന്നൊന്ന് വലിച്ചു നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ബോബിനും കേസും ഇതുപോലെ അടിയിൽ ഇട്ട് കൊടുക്കാം. മുകളിൽ നമ്മൾ നമ്മുടെ എടുത്തിരിക്കുന്ന മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള നൂലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ നേരത്തെ മടക്കി അടിച്ചെടുത്ത ആ ഒരു തുണി ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ നിവർത്തി ഇട്ടിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ആദ്യത്തെ ആ ഒരു ചുരുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു 3-4 സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ തുണിയൊന്ന് വലിച്ച് പിടിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ ഞാനൊരു 7 തവണ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് എത്ര ഇറക്കത്തിൽ ആ ഒരു ഫ്രില്ല് വരണോ അതനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 7 തവണയാണ് ഇതുപോലെ ഒന്ന് ഞൊറിവിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 9 തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് 7 തവണയെന്നായിരുന്നു. പക്ഷേ എനിക്ക് അന്നേരം ആ ഒരു ചുരുക്ക് പോരാൻ തോന്നി. അതുകൊണ്ട് ഞാൻ താഴേക്ക് ഇതുപോലെ 9 വട്ടമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു തുണി നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഈ ഒരു തുണിയിലും കൂടിയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 തുണിയും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗം നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം നമ്മുടെ ബോബിൻ്റെ ആ ഒരു സ്ക്രൂ ഒന്ന് വീണ്ടും പഴയതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ നേരത്ത് നമ്മൾ ആ സ്ക്രൂ ലൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും ടൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടിനൂലിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസിൽ, അതായത് ഒരു 4 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ഒരു പീസ് തുണിയോടെ എടുക്കുക. നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ഇതുപോലൊന്ന് മടക്കി ഇടുക. ഇനി ഈ മടക്കിയിട്ട തുണിയിലേക്ക് നമുക്കൊരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒരു ലെവൽ ചെയ്തൊന്ന് വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് ലെങ്താണ്. എനിക്ക് വേണ്ടുള്ള കറക്റ്റ് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മുടെ ആ ഒരു യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 സൈഡിലേക്കും കൂടെ ആയിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അത് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പാക്കി എടുത്തിട്ടുണ്ട്. അതാണ് 4 + 1 5 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു 5 ഇഞ്ചാണ് നെക്ക് ലെങ്ത് നിങ്ങൾക്ക് വേണ്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ചും കൂടെ ചേർത്തിട്ട് വേണം തുണി കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. തുണിയുടെ നീളമാണ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തത്. തുണിയുടെ വീതി ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 പീസിൻ്റെയും
മുകളും താഴെയും നിങ്ങൾ മടക്കി അടിച്ചിട്ടെടുക്കണം. ഞാനതിവിടെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ബോഡി പാർട്ട് ഉണ്ടല്ലോ, അത് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് മുകളിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഏകദേശം ഒരു 10 വയസ്സ് ഉള്ള കുട്ടിക്ക് ഇടാനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ നെക്ക് വിഡ്ത്ത് എത്രയാണോ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ വേണം നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്ട്രിപ്പ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് ഇതുപോലെ തുണിയൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 8.5 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 8 ഇഞ്ച് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത പീസ് ഇതുപോലൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഒരു 2.5 ഇഞ്ച് നമ്മൾ നേരത്തെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു ഷോൾഡറും ഈ ഒരു ബോഡി പാർട്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ ബോഡി പാർട്ടിലേക്ക് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സ്ലീവ്സ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ നമുക്ക് കൈക്കുഴി ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം. അപ്പോൾ എന്താ ഇതുപോലെ ഞാനൊന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പഫ് സ്ലീവിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നമുക്ക് നൈസ് ഇലാസ്റ്റിക്, അതായത് 1/4 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ഇലാസ്റ്റിക് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ്. ഇനി നമുക്ക് ആദ്യം ഈ പഫ് സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി അടിക്കാം. മടക്കി അടിക്കുമ്പോൾ ഒരുപാട് വീതിയിൽ മടക്കി അടിക്കരുത്. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതിന് മുന്നേ സ്കേർട്ടിൻ്റെയും ബനൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, ആവശ്യമുള്ളവർ കയറി കാണുക. അപ്പോൾ നമ്മൾ ദാണ്ടെ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ സ്ലീവും മടക്കി അടിച്ചെടുക്കുക. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് നീട്ടിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇലാസ്റ്റിക് എത്രത്തോളം വലിയുന്നുണ്ടോ അത്രത്തോളം നന്നായിട്ട് വലിച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുപ്പിച്ചുള്ള നല്ല ഞൊറിവ് കിട്ടും. ഇനി മുകൾ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇതുപോലൊരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഫുള്ള് നമ്മൾ ആ കട്ട് ചെയ്ത് സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഫുള്ള് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു പഫ് സ്ലീവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടിയിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 8 ഇഞ്ചാണ് നമ്മളുടെ ഷോൾഡറിൻ്റെ വീതി വരുന്നത്. അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, 4 ഇഞ്ച്. എന്നിട്ട് നമ്മുടെ പഫ് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ 2 സെൻറ്ററുകളും കൂടി ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഡ്രസ്സുകളുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡ് രണ്ടും നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കാം. ആദ്യം നമുക്കൊരു 1/2 ഇഞ്ച് മടക്കാം. എന്നിട്ട് വീണ്ടും ഒരു 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് മടക്കി അടിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മളിവിടെ യോക്ക് ഇലാസ്റ്റിക് ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ദേ ഷോൾഡറും ഒക്കെ കണ്ടില്ലേ, ആ ഒരു സ്ലീവ് പഫ് സ്ലീവ് ആണല്ലോ നമ്മൾ കൊടുത്തിരുന്നത്. എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രോക്കുകളുടെയും മറ്റ് ഡ്രസ്സിൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഡമ്മിയിൽ ഇടുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ മറ്റൊരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം.